ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പിടിച്ച ചെമ്പല്ലിയിൽ നിന്ന് ഒരുത്തനെ എടുത്ത് വാഴയിലയിൽ പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏത് മീനിൻ്റെ ആയാലും ചെതുമ്പല് കളയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ടൂളാണ്. ഏറ്റവും എളുപ്പം ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഭവം മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവനെ കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവനെ വാഴയിലയിൽ പൊള്ളിക്കാനുള്ളത് കൊണ്ട് ഇവനെ അധികം അടുപ്പിച്ചടുപ്പിച്ച് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ട് വരഞ്ഞു കൊടുത്താൽ മതി. നല്ല ആഴത്തിൽ വരയണം, എങ്കിലേ മസാലയൊക്കെ അകത്ത് പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് കല്ലുപ്പും നാരങ്ങ നീരും വെച്ച് ഇവനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, എങ്കിലേ ആ സ്മെല്ല് മാറത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ചെമ്പല്ലിയെ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ആൾ സുന്ദരനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് മേക്കപ്പെടാം, മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. ഞാനിതിൽ മസാലയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് 1 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്. നമ്മൾ അധികം മസാലയൊന്നും വലിച്ചു വാരി ചേർക്കാറില്ല, കാരണം നമുക്ക് ഈ ചെമ്പല്ലിയുടെ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ ഇത്ര മസാല ചേർക്കാൻ പാടുള്ളൂ. ഒത്തിരി മസാല നമ്മൾ ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സാധാരണ ചേർക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലഷിൻ്റെ കറക്റ്റ് സ്വാദ് നമുക്ക് കിട്ടും. പെട്ടെന്ന് മസാല മീനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ മസാല കുഴച്ചെടുത്ത് ഇത് പുരട്ടിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അടുത്തതൊരു പൊട്ടിത്തെറിയാണ് വരുന്നത്. എണ്ണ നല്ല ചൂടായപ്പോൾ തന്നെ ഞാൻ മീനെടുത്ത് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ തിളച്ച എണ്ണയിലോട്ട് മീൻ ഇറക്കി വെക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ചെമ്പല്ലി ഈ പാനിനകത്ത് ഒതുങ്ങിക്കിടക്കാൻ തയ്യാറല്ല. അതിൻ്റെ വാലൊക്കെ പുറത്തിട്ടാണ് കിടക്കുന്നത്. ഏകദേശം ഒരു ഭാഗം നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. മീനിൻ്റെ മറുഭാഗം വെന്തതിന് ശേഷം നമ്മൾ ഈ മീനിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ ആ എണ്ണ, ബാലൻസ് എണ്ണയിൽ കൂടെ തന്നെ നമ്മൾ അടുത്ത് മസാല ഉണ്ടാക്കുകയാണ്. എണ്ണ ചൂടായ ഉടനെ തന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് സവാള, പച്ചമുളക്, തക്കാളി, ഇത് മൂന്നുമാണേ. സവാള വഴണ്ട് നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കാരിമുളകും കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നല്ല വഴറ്റിയെടുക്കണം. നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇവനെ വെച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ ഉടച്ചെടുക്കണം ഇതിനെ. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരല്പം നാരങ്ങ നീര്. അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടെ ചേർക്കണം ഒരല്പം. അത് ഈ മസാലയുടെ പച്ചരുചി മാറുന്നതിനായിട്ടാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് വാഴയിലയിലോട്ട് മാറ്റുകയാണേ. നമ്മൾ ആദ്യമേ വാഴയിലെല്ലാം ചൂടാക്കി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മസാല ചെറിയ ലെയറായിട്ടേ വെക്കാൻ പാടുള്ളൂ. ഒത്തിരി നല്ല കട്ടിയായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല. വെറും മസാലയുടെ രുചി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വളരെ കട്ടി കുറച്ച്, ഇതുപോലെ കാണുന്നത് പോലെ വളരെ കട്ടി കുറച്ച് വെക്കാവും. അതിൻ്റെ മീതെ നമ്മൾ ഈ മീനെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മീതെയും വളരെ കട്ടി കുറച്ച് തന്നെ മസാല വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഒരു മസാലയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് വാഴയില കീറാതെ തന്നെ നമ്മൾ കെട്ടണം, ഇല്ലെങ്കിൽ മസാലയെല്ലാം പുറത്തായിപ്പോവും. എന്നിട്ട് നമ്മളൊരു കോട്ടൺ നൂല് വെച്ച് ഈ വാഴയില പൊതിഞ്ഞ് കെട്ടിയെടുത്തതിന് ശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് 2 സൈഡ് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കപ്പ റെഡിയാക്കുന്നതാണ്. കപ്പ എടുത്ത് താറുമാറായി ഇങ്ങനെ വെട്ടിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വേവേണ്ടി വരും. കുക്കറിലാകുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 3-4 വിസിൽ വേവിച്ച് ഇറക്കിയാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പല്ലി വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ കപ്പ കൊണ്ട് ഒരു അത്തപ്പൂക്കളം കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയുണ്ട് അങ്ങോട്ട്. അപ്പോൾ വെറുതെ പറയുന്നതല്ല, കഴിച്ചിട്ട് പറയുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഒരു ചൂണ്ടയൊക്കെ മേടിച്ച് പോയൊരു ചെമ്പല്ലിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ വാഴയിലയിൽ പൊള്ളിച്ച് കപ്പയും കൂട്ടി സലാഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കണം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് ആ ഓയിലും മസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.